Q Developers ഉപ്പും മുളകും. ഇതാര്? സാറിതെവിടെ പോയി? ഞാൻ റോഡിൽ സാധനം വയ്ക്കാൻ പോയി. പിന്നെ പുതിയ ഐറ്റം ഒക്കെ ഉണ്ടാ? ഒന്നുമില്ല സാറേ, അടുത്ത ആഴ്ച 2-3 പുതിയ ഐറ്റം വരും. അപ്പോൾ ഈ വഴിക്ക് വരാം. വീട്ടിൽ പറഞ്ഞു പോവാ, ഭാര്യ ഉണ്ടോ? ചായ കുടിച്ചിട്ട് പോവാ. തിരക്കുണ്ട് സാറേ. മൂത്ത മോളിപ്പോൾ വിളിച്ചതേ ഉള്ളൂ. ഭർത്താവിന് ഇത്തിരി കൂടുതലാണെന്ന് പറയും. രാവിലെ ഇറങ്ങിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായില്ല. ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയില്ല. അല്ല, ഒരു ഇത് അന്ന് വന്നപ്പോൾ പറഞ്ഞില്ലേ, കിഡ്നി എന്തോ മാറ്റിയിരിക്കണമെന്ന് പറഞ്ഞില്ലേ? ഒന്ന് മാറ്റി വെച്ചതാ. അപ്പോൾ അടുത്തതിനും കുഴപ്പമായിട്ടുണ്ട്. എല്ലാം ശരിയാവുന്നേ. ശരി തന്നെ. കാണാം സാർ. അല്ല, ഈ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ ലിക്വിഡ് വല്ലതും ഉണ്ടോ? ഉണ്ട്. എത്ര രൂപ? 80 രൂപ. ഇതായിരിക്കും. അയ്യോ, ഇത് അല്ല, എന്ത് നീ പോടേ പറഞ്ഞേക്കാ കമ്പോടെ കമ്പനി ഞാൻ എടുത്തേരാടാ. തിരക്ക് ഞാൻ ചുമ്മാ അറിഞ്ഞാടാ. ഇപ്പൊ അവിടെ ഡേ ഞാനിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞ വഴിയാണ്. അവിടെ തിരിച്ച് സിംഗപ്പൂരിൽ പോയടാ. അതിപ്പോ ഞാൻ ചെയ്യണം. നീ എന്താടേ ദേഷ്യോടെ എൻ്റെ അടുത്ത്? ഏയ് സംഭവം സത്യം ഞാൻ പറയാല്ല. ഞാൻ അന്ന് ഇവിടെ വന്ന് നിന്നെ പ്രാൈവറ്റൊക്കെ പോയില്ലേ, അവിടെ ചെന്നപ്പോഴാണ് സത്യം മുഴുവൻ അറിഞ്ഞത്. അടയാ നീ എന്നെപ്പറ്റി പോസിറ്റീവായിട്ടാണ് അവളുടെ പറഞ്ഞതല്ല അല്ലേ? എടാ അന്നത്തെ എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. പൈസ അത്രയും തിരിച്ചു കൊടുക്കണ്ടേ? ബന്ധുക്കളൊക്കെ പൈസ പറ്റിച്ചിട്ടിരിക്കുകയല്ലേ. അവളെ സഹോദരന്മാരാണെങ്കിൽ എന്നെ കൊല്ലാൻ നിന്ന്. ഇപ്പം എല്ലാം സോൾവായി. സന്തോഷം. നീ ചെല്ല്. ഡേയ് നില്ല്. എന്ത് നമുക്കേ അങ്ങോട്ടിരിക്കാം. സാധനമുണ്ട്, അടിച്ച വിഷമങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. ബാ. വേണ്ടടേ, നിങ്ങളുടെ ഒരു കമ്പനി ഇല്ലടാ ബാസി. നീ പോ. അയ്യോ മടുത്ത് മതിയാ. നീ പോ. നീ ഇതെന്തായാലും പറയണത്? അവള് പറഞ്ഞിട്ട് പോയി എന്തായാലും നീ അറിഞ്ഞാ? നീ അത് കേൾക്കാൻ നിൽക്കില്ല. അങ്ങ് ഓടയല്ലേ? അവള് പറയണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഉള്ള ഒറ്റ അടുത്ത് കമ്പനി അടിച്ചു പോല്ലേ. ആകെ കൂടെ കമ്പനി അടിക്കണമെങ്കിൽ അളിയൻ്റെ അടുത്ത് അടിക്കേ. എടാ അവള് പറയണ അവൾ നീ നല്ലവനെന്നറാ. നല്ലതല്ലേ? ഓ തന്നെ. എന്നാലും അവള് പറഞ്ഞല്ല, അവൾക്കത് മനസ്സിലായല്ല. ബാ വാടാ. അവളെ നമ്പർ എന്ത്? ആരെ അവളെ നമ്പർ എന്തിന്? വല്ലപ്പോഴേക്കും വിളിക്കട്ടെ. കുഴപ്പം എന്ത്? പ്ലസ് കാര്യങ്ങൾ അറിയാല്ലേ? പ്ലസ് 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 6 എവിടെയാണ്? സിംഗപ്പൂരല്ലേ? 625 9947435894. ഇങ്ങനെ പറയാം. നിന്റെ പെണ്ണാട്ടി പതുക്കെ പറയണ ആടി നമ്പർ. മീശയൊക്കെ ചുരുട്ടി പെണ്ണാട്ടി പോയപ്പോ മീശയൊക്കെ ചുരുട്ടി വെച്ചേക്കാം. താത്തയാണ് അങ്ങോട്ട് പൊങ്ങിയിരിക്കണേ. ഇല്ല അല്ലേ? 5. ശരി പിന്നെ. ഡേയ് ഓ അപ്പൊ കാണാം. കാണാടാ. നീ പറഞ്ഞാ ഈ നേരത്തെ സാധനം എന്ത് സാധനം ഉണ്ടെന്ന് പറഞ്ഞു? സാധനം ഉണ്ടെന്ന് പറഞ്ഞാടാ നീ. എപ്പം? ഓ ഈ തിരുവല്ലേ സാധനം കൊണ്ടെന്ന് പറഞ്ഞു. തിരുവല്ലേ? അത് കുടിക്കാനാ? എടാ ഇത് വേറെ സാധനോടാ, ഉടുപ്പും തുണിയൊക്കെ. മറ്റേത് ഇറക്കാം. അവള് വരട്ട്. ഒപ്പിക്കാം. ഓക്കെ ശരിയാക്കി തരാം. പോട്ടാ. തടിച്ച് കൊഴുത്തല്ലേ. പോട്ടാ പോടാ. ഡേയ് ഇത് പോയതാര്? ഇപ്പൊ ഇവിടെ സംസാരിച്ചെന്നാര്? നരച്ച് മൂത്ത് നരച്ചില്ലേടാ. എന്നാലും കുരയ്ക്കും. പോടാ. അച്ഛാ അച്ഛാ അച്ഛൻ മിണ്ടാതം കയറുവന്നല്ലേ? അച്ഛാ അച്ഛൻ ആലോചിക്കുന്നേ? ഒന്നുമില്ലടേ. എന്താന്ന് പറയാ? ചെറിയൊരു വർക്കുണ്ട്. അച്ഛാ വല്ല നല്ല ഗോളും ആണോ? നല്ല ഗോളാണ്. ഈ കോളങ്ങ് പോകുമ്പോ ഒരുത്തര് നല്ല ഗോളാവും. ആർക്ക്? ഭാസിക്ക്. ഭാസ്യങ്ങളാ? നിനക്കറിയാല്ലേ, ഞാൻ അവനെ ഉപദേശിച്ചപ്പോ അവ ഇവിടെ വന്ന് എന്നെ പ്രാവിറ്റ് പോയതെവിടെ? അവന്റെ പെണ്ണുമ്പിള്ളെ കാണാൻ. അപ്പൊ നമ്മളാരായി? അച്ഛൻ എവിടേക്കാ വിളിക്കുന്നപ്പോ? സിംഗപ്പൂർ. ഭാസ്യങ്ങളുടെ വൈഫിനെ? പുഷ്പലതേ, സുഖം തന്നെ. മനസ്സിലായിരുന്നു? മനസ്സിലായല്ലേ? പിന്നെ യാത്രയൊക്കെ ഇങ്ങനെ സുഖമായിരുന്നാ? ഓ ഞാൻ കണ്ട് പേടിക്കൊന്നും വേണ്ട. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഓ കണ്ട് സംസാരിച്ച്. ഇല്ല ഞാൻ നോക്കിക്കോളാന്നേ. ചില സമയം അവൻ്റെ സ്വഭാവം മാറുമെന്നേ. എപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ? ഒരിക്കൽ ഇതുപോലെ ഞാൻ എൻ്റെ വീട്ടിൽ ഭയങ്കര ബഹളം കേട്ടപ്പോൾ അങ്ങോട്ട് ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാരായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല. നമ്മളെ ജംഗ്ഷനൊന്നും കണ്ടിട്ടില്ല. കുറേ അത് അലവലാതികളാണ് ഇരുന്ന് വെള്ളം അടിക്കുന്നത്.
എൻ്റെ ചോദിച്ചു നീ അടിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏയ് ശരിയാവില്ല, നീര് നമുക്ക് അത് പ്രശ്നമാവും, നീര് അതെ 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 അല്ല അല്ല എന്നിട്ട് ഇതുപോലെ എന്നിട്ട് നീ എങ്കിൽ ഇറങ്ങി പോടാ, നീ വേണ്ടടാ, നീ പൊയ്ക്കോടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടാ നിൻ്റെ നിൻ്റെ ഭാര്യ അവിടെ ഇരുന്ന് ജോലി ചെയ്യണമെന്ന് നിനക്ക് കൂടെ വേണ്ടിയിട്ടല്ലടാ, നീ എന്തിനാ ഇവിടെ കിടന്ന് ഇതൊക്കെ കാണിക്കണം, നീ ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റാത്തൊരു എന്നെ ചീത്തയൊക്കെ വിളിച്ച് ഞാൻ ഇങ്ങ് വന്നു. പിന്നെ അതുപോലെ തന്നെ ഇവ ഒറ്റയ്ക്കല്ലേ അവിടെ താമസിക്കണം. എനിക്ക് വിഷമം തോന്നിയിട്ട് പടവലത്ത് നീലുവിൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് അവനെ ഞാൻ വിളിച്ചപ്പോൾ വന്നത് കുപ്പിയായിട്ടാണ് അവിടെ വന്നത്. എന്നെ നിർബന്ധിച്ച് ഞാൻ കഴിച്ചില്ല. പിന്നെ വകയിലൊരു എണ്ണ ഉണ്ടായിരുന്നു, ചങ്കര എണ്ണ, അങ്ങനെ കുളിപ്പിച്ച് അവൻ കിടത്തി ആകെ പ്രശ്നമായി. അലങ്കോലം ഉണ്ടാക്കിയിട്ട് അവൻ ഇങ്ങോട്ട് വന്നത്, ചീത്തപ്പേരൊക്കെ മൊത്തം ഇറുക്കി കിട്ടി. പിന്നെ ന്യൂ ഇയറിനൊന്ന് ഇതുപോലെ വന്ന് ഇവിടെ എന്നെ വിളിച്ചിട്ട് നടയിൽ അവൻ ഛർദ്ദിച്ച് വാള് വച്ചിട്ട് പോയിക്കണം. ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ല ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഗുണദോഷിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇത് പറഞ്ഞതായിട്ട് നീ അവനടുത്ത് പറയരുത്. കാരണം പിണങ്ങി കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് മിണ്ടില്ലെങ്കിൽ അവൻ്റെ കാര്യം എനിക്ക് അറിയാനും പറ്റില്ല, എനിക്ക് നിൻ്റെ അടുത്ത് പറയാനും പറ്റില്ല. നീ കരയൊന്നും വേണ്ട. അല്ല ഞാൻ പറയണമെന്ന് എനിക്ക് വേറെ തോന്നില്ല, വേറെ വല്ലതും നോക്കണേണ് നല്ലത്. അല്ല ആ ശരി, കരയാതെ ഞാൻ പറയാന്നേ. ശരി വൈകിട്ടാ. ഓക്കെ കൊച്ചു കൊടുത്തറ പണി, നമ്മളെടുത്ത കളി. കൊള്ളാം, നന്നായിട്ടുണ്ട്. നിങ്ങളെല്ലാരും കൊണ്ടല്ലേ ഇതൊക്കെ ഉണ്ടാക്കിയത്? എന്തുണ്ടാക്കിയത്? എടീ ഇതുപോലത്തെ പണിയെ ഒപ്പിച്ചാൽ അവൻ നന്നാവുള്ളൂ. അവൻ എൻ്റെ കൂട്ടുകാരനാണ്, അവൻ നശിക്കാൻ ഇഷ്ടമില്ല. ആദ്യം നീ അത് മനസ്സിലാക്കണം. ബെസ്റ്റ് കൂട്ടുകാര്. കൂട്ടുകാര് വാ. അച്ഛാ കൊടുത്തത് കണക്കായി. നല്ല പിന്നെ ശിവ ഇതെന്നെ വിളിക്കണം, ഞാൻ പോരാട്ടോ അച്ഛാ. അച്ഛ എന്താ നോക്കുന്നേ? മക്കളെ അന്ന് ഇവിടെ ഒരു ആന്റി വന്നില്ലേ, നമുക്ക് സാധനമൊക്കെ ഉണ്ട്. നമ്മളെല്ലാരും കൂടെ സാരി കൊടുത്തു. ആ ആന്റിയുടെ നമ്പറാണ് അച്ഛൻ തപ്പണേ. പാവ ആന്റി അല്ലേ? ആന്റിയുടെ ഭർത്താവിന് ഇപ്പോഴും അസുഖം, കിഡ്നിക്ക് പിന്നെ കംപ്ലൈന്റ് ആയിരുന്നു. അപ്പൊ ആന്റി ഒന്ന് വിളിച്ചാന്ന്. വിളിച്ചാ കേശുവേ. അതാണ്ട എന്നെ അമ്മ വിളിക്കണേ. ആ ഹലോ, വീടെത്തിയാ? നമ്പർ എൻ്റെ ഉണ്ടല്ലോ. എങ്ങനെയാ ഭർത്താവിന് അസുഖം കുറവുണ്ടാ? ഓ അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കല്ലേ. എനിക്കെന്ത് ബുദ്ധിമുട്ട്? അതല്ല ഞാൻ അതെ വേറൊന്നും ഉണ്ടായിട്ടൊന്നും അല്ല. ഈ വെയിലത്ത് ഈ അലഞ്ഞു തിരിഞ്ഞുള്ള നടപ്പൊക്കെ അല്ലേ, അപ്പോൾ സമയത്തൊക്കെ ആഹാരം കഴിക്കണം, ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണ്ടേ, പിന്നെ പിള്ളേരെ കാര്യം നോക്കണ്ടേ. എന്താ മാങ്ങ വല്ലതും വീണ് കിടപ്പുണ്ട്? പോടാ. ഇവിടെ ഈ പിള്ളേരെ ഓരോ കാര്യങ്ങളെ. ശരി, ഞാൻ വിളിക്കാം. അല്ല അതെ, ഞാൻ പേര് ചോദിച്ചില്ല. നിർമ്മല അല്ലേ? ശരി ഓക്കെ. നിങ്ങളെന്ത് ഇപ്പം ഇങ്ങോട്ട് വന്നേ? അല്ല, അച്ഛനകത്ത് വീണത്തോണ്ട് ഇങ്ങോട്ട് വന്നതാ. അച്ഛന് വർക്കൊന്നുമില്ലേ? വർക്ക് ഉണ്ടായിട്ട് വേണ്ടേ? ആര് പറഞ്ഞു എനിക്ക് വർക്കില്ലെന്ന്? മുടി എപ്പോടെ പോയടേ? അത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ എക്സ്പ്രസ് പോകുന്നല്ലോ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്ത് അല്ല എന്തിനാ അവൻ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് കിടക്കണം ഈ പ്രായത്തെ പോലെ? എവിടെ നോക്കിയാലും അവനെ കാണാം. മക്കളെ അച്ഛന് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തുണ്ടോ? ചൂടുവെള്ളം. ഫോണിലാരായിരുന്നു അത് പറഞ്ഞില്ല. എടാ മറ്റേ ഫ്ലോർ ക്ലീൻ ചെയ്യാനുള്ള ഒരു സാധനം നമ്മൾ വാങ്ങിച്ചില്ലേ, ഒരു ആന്റി. ആന്റിയുടെ പേര് നിർമ്മല എന്നാണ്. ഭർത്താവിന് അസുഖം കുറവുണ്ടെന്ന്. ആന്റി വീട്ടിലെത്തിയാ? ആന്റിയുടെ വീട്ടിലെത്തി. പാവടാ, ഞാൻ പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാൻ പറഞ്ഞു. അമ്മ അറിഞ്ഞില്ലേ? അമ്മ അറിഞ്ഞ പ്രശ്നമാണല്ലേ? അമ്മ അറിഞ്ഞു കഴിഞ്ഞാ കൂടുതലേ പ്രശ്ന. ചൂടാ ഇത്. നീ എങ്ങനെ കൊണ്ടുപോണേ ഈ ചൂടുള്ള ഒറ്റയ്ക്ക്? അവിടെ നിന്ന് കൽപ്പിച്ചിരിക്കാ കൊച്ചിന്റെ അടുത്ത് ചൂടുവെള്ളം എടുത്തോണ്ട് വരാൻ വേണ്ടി. അത് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാം. വേണ്ട, പിടിക്കട്ടെ. എനിക്ക് അവിടെ കൊണ്ടുവരണ്ട. ഇപ്പൊ അവിടെ ഇരുന്ന് വെള്ളം കുടിക്കണമെന്ന് എത്ര നിർബന്ധം? എനിക്ക് അവിടെ കുടിക്കണം തോന്നി. ഇപ്പൊ പ്രത്യേകത അവിടെ നിന്ന് കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചാൽ പോസ്റ്റ്മോർട്ടം ചെയ്യണത് എന്തെങ്കിലും കാര്യം ഉണ്ടാവായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല ശരിയാവില്ല, എന്നാലും നന്നാവൂളേ. വെള്ളം എനിക്ക് വേണ്ട. അപ്പൊ വെള്ളം വേണ്ടേ? ഈ വെള്ളം ഞാനിപ്പോ എന്ത് ചെയ്യണം? എന്നാ തല ഒഴിക്കാം. ഒഴിക്കട്ടെ? കുട്ടമ്പളയുടെ മോളാണ് അല്ലടി, കുട്ടമ്പളയുടെ മോളല്ല നീ. അയ്യോ, കുട്ടമ്പളയുടെ ചെറുപ്പം വെന്ത് എടി നീ മനുഷ്യപ്പറ്റുള്ള തള്ളയാണ്ടി ചെറുക്കൻ്റെ ചൂടുവെള്ളം തൊഴിച്ചു കൊടുത്തേക്കിന്.
എന്ത് തള്ളേടി നീ? ഇത് സംഭവിച്ചേ നിക്കവിടെ. എന്താ എന്നെ വിളിച്ചാ? എന്നെ എന്ത് വിളിച്ചെന്ത്? എന്നെ വിളിച്ച ഇഷ്ടപ്പെട്ടില്ല നിനക്ക്? അല്ല, ഞാനും അച്ഛനും തമ്മിൽ ഒരു പ്ലാനിങ്ങും ചെയ്യുന്നില്ലേ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? നിങ്ങൾ തമ്മിൽ ശരിക്കും എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ തമ്മിൽ എന്താ? നീ എന്തിനാ? നീ എന്ത് കൊച്ചു കളി? പൊടി പൊടി പൊടി. എന്തോ ഉണ്ടല്ലോ. അതിന്റെ ഇടക്ക് വരും. കേശു, അതെ നമ്മള് വെക്കേഷൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായിട്ടാ. ഇനി പടവലത്ത് നേറ്റിലും പോകുന്നതിനെ കുറിച്ച് ഒരു ചർച്ച ഇവിടെ നടക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ ടൂറെങ്കിലും പോയിക്കൂടെ? അതെന്തായാലും നീ പ്രതീക്ഷിക്കണ്ട, അതിനുള്ള ബഡ്ജറ്റ് നമ്മുടെ ഇല്ല. എടാ, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ശരിയാവില്ല. നമ്മൾ വാശി പിടിക്കണം, നമ്മളെങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. എന്നാലും നെയ്യാറ്റിൻകരയിലെങ്കിലും കൊണ്ടുപോകുള്ളൂ. നല്ല പിള്ളേരാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ അറിഞ്ഞു പെരുമാറും. എന്റെ പൊന്നോ, ഒരു ചുരിദാറിന് വേണ്ടി കൈയും കാലും ഇട്ട് കരയുന്ന ആളായി പറയുന്നത്. പോയച്ചോളൂ. അവസരത്തിനനുസരിച്ച് പ്ലേറ്റ് മാറ്റിക്കൊള്ളട്ടാ. അതെ, നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ചാടി കയറി പോവായിരുന്നാ മതി. ഞാനൊക്കെ നിൽക്കുമ്പോ നീയാണ് എന്നെ കൊണ്ടുപോകണ ആള്. ആ, ചിലപ്പോ ഞാൻ തന്നെ കൊണ്ടുപോകും. ഞാൻ പറയുന്നത് ഇവിടെ നടക്കുള്ളൂ. നീ പോടി എണീച്ച്. കളിക്കോ? ഞാൻ അമ്മടുത്ത് പറഞ്ഞു കൊടുക്ക്. അമ്മ അമ്മ എന്താടേ ബഹളം? രണ്ടും അടിയുണ്ടാക്കി എങ്ങോട്ട് ആ നിർമ്മല വിളിച്ചിരുന്നു. മറ്റേ നിർമ്മല ആൻറ്റി. എന്നിട്ട് എന്തു പറഞ്ഞു? ഇന്ന് അവർ ഈ റൂട്ടിൽ വർക്കിന് വരുമെന്ന്. അവരെ ഭർത്താവിന് തീരെ വൈഡേ, പാവം. കിഡ്നിക്കല്ലേ കംപ്ലൈൻറ്റ്. റൂട്ടിന് വർക്കിന് വന്നാലേ അവർക്ക് വല്ലതും കിട്ടുള്ളൂ. ഭർത്താവിന് വല്ലതും കൊണ്ടു കൊടുക്കണ്ടേ? അച്ഛാ, നമുക്ക് അച്ഛൻ്റെ വലിയ പൈസ ഇരിപ്പുണ്ടാ? പൈസ എൻ്റെ കുറച്ചിരിപ്പുണ്ട്, അത് കൊടുക്കല്ലേ? ആ, ആൻറ്റി കൊടുക്കാം. അച്ഛൻ മുടിഞ്ഞട്ടെ. അപ്പൊ അച്ഛാ പിന്നെ ടൂൾസ് മേടിച്ചാലേ നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റൂ. ടൂൾസ് വാങ്ങിക്കാം, പക്ഷെ അത് കോയമ്പത്തൂര് പോണ്ടേടാ. കോയമ്പത്തൂര് പോയി മേടിക്കണം, അതല്ലേ നല്ലത്. പോണം, പക്ഷെ ടൂൾസ് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റും. അല്ല, ഈ കോയമ്പത്തൂര് സാധനങ്ങൾ പോയി മേടിക്കണ കാര്യം എന്തിനാ രഹസ്യമായിട്ട് പറയണത്? അതിനിപ്പം രഹസ്യമായിട്ട് പറയാൻ തോന്നിയിരിക്കുന്നത് കോയമ്പത്തൂര് പോയി സാധനം വാങ്ങിക്കണത് എന്തിനാ ഉറച്ചത്തി വിളിച്ച് പറയണേ? അല്ലേ, ഇവിടെ ആർക്ക് നിർബന്ധം? അല്ല, രഹസ്യമായിട്ട് പറയണമെന്ന് ഇവിടെ ആർക്ക് നിർബന്ധം? ഓ, ഇനിയിപ്പം പറയല്ലേ. അച്ഛാ, അച്ഛൻ എന്നാ കോയമ്പത്തൂര് പോന്നേ? നാളെ പോണോന്ന് വിചാരിക്കണേ കേശു. അപ്പൊ ഞാനും വരട്ടാ? നീയും വാ, നമുക്ക് ഒരുമിച്ച് പോടേ കേശു. ഓക്കേ. കോയമ്പത്തൂര് പോണോ? ഇവനെ കൊണ്ടുണ്ടെങ്കിൽ ഞാനും വരാച്ചാ. ഓ എടി, നീ അച്ഛാ, ഞാനും ശിവാനിയും കൂടെ വരാം. എടാ, വെറുതെ അവനെ വട്ടലാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞില്ലേ? ഇവിടെ ആര് കോയമ്പത്തൂര് പോണത്? അല്ല, എന്തായാലും വെറുതെ പറഞ്ഞു, നമുക്കൊന്ന് പോയാലോ? പിന്നെ അച്ഛാ, നിങ്ങക്ക് മധുരയ്ക്ക് പോവാം. എന്റെ പൈസ ഒന്നുമില്ല. അച്ഛാ, പൈസ ഇല്ലാതിരുന്നപ്പോഴല്ലേ നമ്മളും കൊടൈക്കനാലിൽ പോയപ്പോ. അതൊക്കെ പറയടാ, ഇനി അവള് കേട്ടപ്പോ ആ പൈസ പിടിച്ച് വാങ്ങിക്കും നമ്മളെ. കൊടൈക്കനാലിൽ പോകണം. ഒന്നുമില്ല, അച്ഛൻ പൊക്കോ. വഴക്കുണ്ടാക്കിയത് നേരത്തെ. എപ്പോ? നേരത്തെ ഞാൻ പറഞ്ഞു ഇവിടെ അമ്മക്കിട്ട് കയറാൻ വന്നേ. എന്നെ ചവിട്ടി തൊഴിച്ചു അടിക്കൊക്കെ ചെയ്തു. അച്ഛാ, അച്ഛൻ പോവാ. അച്ഛാ, അച്ഛൻ ഡീൽ ചെയ്യുന്ന ഇതേ ഉള്ളു സമയം. അത് തന്നെ, നീ ഡീൽ ചെയ്തോ. അച്ഛനെ സൂപ്പിട്ട് മധുരയ്ക്ക് പോകാനുള്ള പരിപാടിയാണല്ലേ? എന്തേ നിങ്ങൾ പോയ ചേച്ചിക്ക് എന്ത് അവിടെ എവിടെയെങ്കിലും പോരുപ്പോ? ഞങ്ങൾ ഒരു എന്റർടൈൻമെന്റും ഇല്ലാതിരിക്കുകയാണ്. ചേച്ചി കൂടുതൽ വാചകം അടിച്ചാൽ ഞങ്ങൾക്ക് ഒരു എന്റർടൈൻമെന്റ് വേണ്ടി ചേച്ചി അടിച്ചു. ഞാനും ഇതേപോലെ എന്റർടൈൻമെന്റ് ഇല്ലാണ്ട് നിക്കുവാടാ. എന്തിയേ എന്തിയേ? അവള് പോയടേ, കടല കൊടുക്കാറുണ്ട്. ചുമ്മാ പോട്ടച്ചാ. ഞാൻ പുറത്തോട്ട് പോയിട്ട് വരാം. വേഗം വരുമോ? ആ പറഞ്ഞടാ, ഇന്ന് കച്ചവടം ഈ വഴിക്കായിരുന്നല്ലേ? അതെ സാർ. പിന്നെ എന്താ കാണണമെന്ന് പറഞ്ഞു? അല്ല, കണ്ണെന്ന് പറഞ്ഞ്, പക്ഷെ ഇത്ര പെട്ടെന്ന് ഞാൻ വരുമെന്ന് വിചാരിച്ചില്ല. അത് ഞാൻ ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നല്ലോ. അല്ല, ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ശേഷം വരുള്ളതാണ് വിചാരിച്ചത്. പിന്നെ കച്ചവടമൊക്കെ അങ്ങനെ? ഓ, ഇന്നത്തെ ദിവസം ഒന്നും ശരിയായില്ല. ദിവസത്തിനെ കുറ്റം പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. പ്രശ്നം നമുക്കല്ലേ. ഈ കഷ്ടപ്പെടുന്നവർക്ക് എല്ലാ ദിവസവും അത്ര നല്ലതായിക്കൊള്ളൊന്നുമില്ല. അത് ശരിയാ. അല്ല, 5000 രൂപയ്ക്ക് മരുന്നെന്തോ വാങ്ങണം എന്ന് പറഞ്ഞു, വാങ്ങിയ? ഇല്ല, വാങ്ങണം. ഒരാൾ കുറച്ച് പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പേരൊക്കെ സഹായിക്കാറുണ്ട്. പക്ഷെ എപ്പോഴൊക്കെ അവരെ ബുദ്ധിമുട്ടിങ് ശരിയല്ലല്ലോ സർ. അല്ല, അത് ശരിയാണ്. കാര്യങ്ങളൊക്കെ നടക്കുന്നേ. പുതിയ പ്രോഡക്ട്സ് എല്ലാം ഇറങ്ങി.
ഒന്നുമില്ല, പഴയതൊക്കെ ഉള്ളു. നോക്കട്ടെ. പിന്നെ ഈ ആഴ്ച എന്താ പുതിയതൊക്കെ വരുമെന്ന് ആ പറയാം. ആ ഇത് മതി ചേട്ടാ. എത്ര അത്? അത് 100 രൂപയ്ക്കുണ്ട്. തന്നെ ഇരിക്കട്ടെ. അയ്യോ സാർ, ഇതെന്തിനാ ഇത്ര പൈസയൊക്കെ? ഇരിക്കട്ടെന്ന്. അല്ല, ഇത് വേണ്ട സാർ, ഇത്രയും വേണ്ട, ഇത്രയും പൈസ. ആവശ്യം വരെ ഇരിക്കട്ടെ, ഗുളിയൊക്കെ വാങ്ങണ്ടേ, ഇരിക്കട്ടെ. സാർ സാറെന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ വരുന്നതല്ല, കിട്ടുമ്പോൾ എനിക്ക് തിരിച്ചു തരണം, ഞാൻ വാങ്ങിക്കുകയും ചെയ്യും. ആ ഇത്രയും കരയിലെ ആക്കരയാണോന്നേ, കരയണതിന് എങ്ങോട്ട് പോണേ? അങ്ങോട്ടേക്ക്. ആ വാ. സാറിന് ബാങ്കിൽ കുഴപ്പമില്ലെന്നാ. അല്ല ഇത് നല്ല ലാഭമുള്ള കച്ചവടമാണെങ്കിൽ ഞാൻ കൂടെ കൂടാ. എന്ത് സാറിന് ഇതൊക്കെ പറ്റുമോ? വാ, നമുക്കൊരു അരക്കൈ നോക്കാം. എന്നാ പിന്നെ അരക്കൈ നമുക്ക് 2 കൈ കൊണ്ട് നോക്കി. അപ്പൊ തിരിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയാം. ഇതെന്തോ തിരിപ്പ്, കണ്ടില്ല കേട്ടില്ല മിണ്ടില്ല കൊണ്ട് ചില വീട്ടിനൊപ്പം കുരങ്ങന്മാരിരിക്കില്ല, അതുപോലെ ഇരിക്കുന്നത്. അതെ, ഞങ്ങൾ കുരങ്ങന്മാര് തന്നെ. ആ കുരങ്ങന്മാരില്ല, അത് പറയാനൊന്നും വേണ്ട. കുരങ്ങളും കുരക്കത്തികളും തന്നെ. നീ എന്തോന്ന് പറയാതിരിക്കുന്നു? കൂടുതൽ തമാശ ഒന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾ തമാശ ഇന്നത്തോണ്ട് അവസാനിപ്പിച്ചു തരാം. നിനക്ക് എന്തോന്ന് വേണം? എനിക്കൊരു 1000 രൂപ വേണം. 1000 രൂപ? ആ 1000 കേട്ടിട്ടില്ല, 1000 രൂപ. എന്റെ ഇല്ല 1000 ഗുണവാ. ഇവിടെ ചക്രശ്വാസം വലിക്കണ് പോലെയാണത്. നിങ്ങളെ കയ്യിൽ കാശുണ്ടായിട്ടില്ല? എന്റെ ഇല്ലെന്ന് പറഞ്ഞില്ലടി. ഇത്രയും ദിവസം നിങ്ങളെ കാശേ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല, ഇല്ല എന്റെ ഇല്ല. പിന്നെ മാറ്റി പറയരുത്. മാറ്റി പറയാൻ ഞാൻ കുട്ടമ്പിള്ളല്ല, ആക്ക് മാറ്റി പറയാം. പൂച്ച കണ്ണടിച്ച് പാലൊടിക്കുമ്പോ പൂച്ചക്കൊരു വിചാരമുണ്ട് ആരും കാണില്ല എന്ന്. അത് വേണ്ട. കഴിച്ച പോടി, ഞാൻ ജോലി ചെയ്തിരിക്കാണ്, ടെമ്പർ തെറ്റിക്കാൻ കഴിച്ച പോടി പോ. എനിക്കിപ്പ അറിയണം, ഇപ്പൊ എനിക്കറിയണം. കൈ കിട്ടണ കാശ് മൊത്തം പൂത്തി വെച്ചിട്ട് അത് വല്ലവർക്കും കൊണ്ടേ കൊടുക്കല്ലേ? ഇപ്പൊ അറിയണം എവിടെ കൊണ്ടേ കൊടുക്കണം ഈ കാശ് മൊത്തം. ഞാൻ എന്റെ കാശ് എല്ലാം കൂടെ എടുത്ത് പണലത്തോട്ട് തട്ടയാണ്. അച്ഛൻ വെറുതെ കൂടുതൽ കളിക്കാൻ നിൽക്കലട്ടാ. അച്ഛൻ ഇന്ന് വരെ കാണിച്ചൊക്കെ ഞങ്ങൾ തമാശയായിട്ട് എടുത്തുള്ളൂ. തള്ളേരെ വാക്കും കൊണ്ട് ഷോ അടിച്ചോണ്ടല്ലേ ചവിട്ടി കരുതൽ ഞാൻ. മാറി നിക്കങ്ങോട്ട്. വിഷ്ണു, മൊബൈൽ കാണിക്കടാ. കണ്ണുറ നോക്ക്. 1 മണിക്കൂർ മുമ്പ് ഇവിടെ നടന്ന സംഭവത്തിന് എല്ലാം വീഡിയോ ഇതിനകത്ത് പറത്തിയെടുത്തില്ലേ? നോക്ക്. മൊബൈലിട്ട് വെറുപ്പിക്കാതെ കാണിച്ചു കൊടുക്കടാ. പാടെവിടുന്ന് എടാ, ഇതാരെന്നറിയാമോ? എടാ, ഇതിവിടെ സാധനം കൊണ്ടുവരും. മിണ്ടിപ്പോവരുത്. അവളെ വിളിച്ച് വരുത്തിയിട്ട് അവളുടെ ബാഗിൽ കാശും കുത്തി തിരികെ വെച്ചിട്ട് അവളെ പുറകെ പോയി. അവൾ തിരിച്ച് നിങ്ങളെ പുറകെ വന്ന് അവസാനം അവളെ വീട്ടിൽ വിളിച്ച് കയറ്റി. വീട്ടിൽ വിളിച്ചിട്ട് എന്റെ സാരിയും കൊടുത്ത് ഓർണമെന്റ്സും കൊടുത്ത് എന്നിട്ട് അവളെ പറഞ്ഞു വിട്ട്. സ്വർണ്ണം ഞാൻ കാണുമെന്നായപ്പോഴത്തേക്ക് അവളെ ഫോൺ വിളിച്ച് പറഞ്ഞു സ്വർണ്ണത്തിന്റെ കാര്യം വീട്ടിൽ അറിഞ്ഞ് മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പൊ അവള് സ്വർണ്ണം കൊണ്ട് ഇങ്ങോട്ട് വന്ന് കൂടുതൽ സംസാരിക്കല്ലേ എന്റെ അടുത്ത്. അമ്മേ, അച്ഛൻ മിണ്ടരുത് പൊട്ടൻ. അച്ഛൻ പറഞ്ഞ മൊത്തം വിശ്വസിച്ചിട്ട് അച്ഛനെ പറയാൻ നടക്കാം. പോടപ്പുറത്ത്. ഇനി ഒരു കള്ളം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നെങ്കിൽ എന്നോട് പറയുമായിരുന്നു. ഇത് എന്നോട് പറഞ്ഞില്ല. അപ്പൊ ഇത് നല്ല രീതിയിലുള്ള ബന്ധമല്ല. എന്റെ വീട്ടിൽ സംശയിക്കണ്, എന്നെ ജീവിക്കാൻ സമ്മതിക്കണില്ല. എന്റെ ഭാര്യ എനിക്കെതിരെ അപരാധം പറയണ്. നശിച്ച് കുടുംബം നശിച്ച് നിർത്ത്. ഈ സ്കൂട്ടർ അയാൾ കുത്തിച്ചാവും. നിങ്ങള് കൊണ്ടുപോ. ചാവുമ്പോ ഇതും കൊണ്ടു ഓടിച്ചൊരു ജോലി ആവട്ടെ. എന്നാ പിടിക്ക്. എന്റെ തോന്നിയ പറയും അവളെ വിളിക്കും. എന്റെ ഉള്ളതെല്ലാം ഞങ്ങൾക്ക് എഴുതി കൊടുക്കും. അവിടെ വരട്ടെ, എല്ലാ പൈസ കൊടുക്കും. നീ ഇല്ലാത്ത സമയം ഞാൻ അവിടെ വിളിച്ച് വരുത്തിക്കൊണ്ട് നീ ചെയ്യും, നീ ചെയ്യും. നിനക്ക് എന്തുകൊണ്ടോ നീ എന്ത് കണ്ടോണ്ട് കളിക്കുന്നത്? നീ പടി ഇറങ്ങി പോടാ. പോടാ പോ. എന്റെ തോന്നി ചെയ്യണം. ഒരുപാട് മുക്കണ്ട. എന്താണിക്കണ?
ആ ചായ. കൊണ്ട് പണിയെടുത്ത്. എന്താ ചായ വേണ്ടേ അപ്പോ? ആ വേണ്ട കൊണ്ട് പോ. എന്റെ രാവിലെ പാല് മേടിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ ചായ ഇടും? പാലിവിടെ ഉണ്ടായിരുന്നടേ. അച്ഛാ നമുക്ക് പോയി പാല് മേടിച്ചാലോ? ഒറ്റയ്ക്കേക്ക് പോയാൽ മതി പാല് വാങ്ങിക്കാൻ. എന്റെ അച്ഛന് ദേഷ്യം ഇതിനായിട്ട് തീർന്നില്ലേ? അമ്മ അറിയാതെ എന്തോ കാര്യം ചെയ്തോണ്ടല്ലോ അമ്മക്ക് ഇത്ര ദേഷ്യം. അതിന് അമ്മയെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഡി മൂത്തവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ഒന്നും സംസാരിക്കുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാ. സോറി. ആ നിനക്ക് ചായ വേണോ? എനിക്ക് ചായയൊക്കെ വേണം. ആദ്യം അച്ഛൻ ഈ ചായ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മതി. ചായ വേണ്ടല്ലോ. എടി നിന്നെ പോലെ വിശ്വാസമില്ലാത്തവരെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കാൻ പാടില്ല. വിശ്വാസവഞ്ചന കാണിക്കുന്നവർക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പാടില്ല എന്നുകൂടി ഉണ്ട്. ആന്റി വരുന്നു. എന്താ സാർ എല്ലാരും പുറത്ത് രാവിലെ തന്നെ? എന്റെ നിർമ്മല ഒന്നും പറയണ്ട, ആകെ പെട്ടിരിക്കുകയാണ്. അമ്മേ ചായ കൊടുക്ക്. അയ്യോ ചായ ഒന്നും വേണ്ട മോനെ, എനിക്ക് പോയിട്ട് കുറെ അത്യാവശ്യമുണ്ട്, കുറെ വീടുകളും കൂടെ ഒക്കെ കയറാനുണ്ടേ. അല്ല പിന്നെ വന്നെന്താ? അത് സാറ് തന്ന കാശ് തിരിച്ചു തരാൻ വേണ്ടി വന്നതാ. ഇന്നലെ ഒരാൾ എൻ്റെ ഒരു ബന്ധു തന്നെ കുറച്ച് കാശ് തന്നു, അപ്പൊ സാറിന്റെ കാശ് തിരിച്ചു തരാമെന്ന് കരുതി. ഇപ്പൊ വേണ്ട, ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ആവശ്യമുള്ള സമയമല്ലേ, വച്ചരേ പിന്നെ എപ്പോഴും കിട്ടുമ്പോ തന്നാ മതി. അയ്യോ സാറേ അത് വേണ്ട. സാറ് തന്ന കാശ് എന്തായാലും അത്യാവശ്യം മരുന്നൊക്കെ വാങ്ങിക്കാൻ സാധിച്ചു. പിന്നെ ഇനി ഇതുപോലെ ആവശ്യം വന്നാൽ എനിക്ക് ഈ നടയിൽ വിശ്വസിച്ച് കയറി വരാമല്ലോ. എൻ്റെ സ്വന്തം സൗകര്യങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്നവരെ സാറ് ചെയ്തു, വലിയ ഉപകാരം. അത് അങ്ങനെ തന്നെ. ഈ നല്ലവരായ ആൾക്കാരൊക്കെ സ്വന്തം സൗകര്യങ്ങൾ ഉപയോഗപ്പെട്ടില്ലെങ്കിൽ നമ്മളെപ്പോലെ നാട്ടിലെ സൗകര്യങ്ങൾ ഉപകാരപ്പെടും. അത് പറഞ്ഞ ആർക്ക് മനസ്സിലാവേ? എന്നാ ശരി. എന്നാ ശരി ശരി. പറയുന്നു വളക്കാക്കി എന്ത് ചെയ്യണമെന്നറിയാം. സോറി ബാലു, ഞാൻ ആലുവിനെ വെറുതെ സംശയിച്ചതാ. സോറി. ഓ അച്ഛനെന്തല്ലേ കാണിച്ച അതേ നമ്പർ. കുട്ടമ്പളെ മോളെ അഭിനയിക്കണേ നീ.